അടുത്തത് വൃശ്ചികക്കൂറാണ്, സ്കോർപ്പിയോ എന്നാണ് അതിനെ പറയുക. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദവും അനീഴവും തൃക്കേട്ടയും ചേർന്ന അതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ മാനസികമായിട്ടും ഒക്കെ ചില മാറ്റങ്ങൾ അനുഭവപ്പെടും. അത് അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം ജൂൺ 2-ന് 9-ാം ഭാവത്തിലേക്ക്, ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി ഇതുവരെ ഉണ്ടായിരുന്ന ചില ഫെയിലിയേഴ്സ് അഥവാ അവർക്ക് കരിയറിലോ മറ്റ് അവരുടേതായിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ജോലി ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതിയുണ്ടാകാനുള്ള ഒരു സമയമാണ്. പല അനിശ്ചിതത്വങ്ങളും ഒരു ക്ലാരിറ്റി ഉണ്ടാകും. അത് ഭംഗിയായിട്ട് തീരും വ്യാഴത്തിൻ്റെ ഈ അനുകൂലമായ മാറ്റം കൊണ്ട്. ചില കൺഫ്യൂഷൻസും ഒക്കെ അവരുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ പഠിത്തമുള്ളവർക്ക് പ്രത്യേകിച്ച് ഗവേഷണ കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഡയറക്ഷനിലേക്ക്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് കാര്യങ്ങൾ വരുന്നതായിട്ട് കാണാവുന്നതാണ് ആഴ്ചയുടെ അവസാന ഭാവത്തിലേക്ക്.